ഇന്ന് ജൂലൈ 24 ഇൻകം ടാക്സ് ഡേ. ഇൻകം ടാക്സ് അല്ലെങ്കിൽ ആദായ നികുതി എന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വരുമാനത്തിന് മേൽ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന ഒരു പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? അതായത് ഒരു നികുതി ഒരു വ്യക്തി അടയ്ക്കുകയും അതിൻ്റെ യഥാർത്ഥ ഭാരം ആ ഒരു വ്യക്തി തന്നെ ചുമക്കുകയും ചെയ്യുന്ന നികുതികളെയാണ് നമ്മൾ പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ഇൻകം ടാക്സും അതുപോലെ തന്നെ കമ്പനികൾ അടയ്ക്കുന്ന കോർപ്പറേറ്റ് ടാക്സുകളും ഇതെല്ലാം തന്നെ പ്രത്യക്ഷ നികുതികൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സുകൾക്ക് ഉദാഹരണമാണ്. എന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഇൻഡയറക്റ്റ് ടാക്സുകൾ അല്ലെങ്കിൽ പരോക്ഷ നികുതികൾ. അതായത് അവിടെ നികുതി ഒരു വ്യക്തി അടയ്ക്കുകയും യഥാർത്ഥ നികുതി ഭാരം മറ്റൊരു വ്യക്തിയുടെ തലയിൽ ചുമത്തുകയും ചെയ്യുന്നതിനെയാണ് പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ജി എസ് ടി അടയ്ക്കുന്നത് ഉൽപ്പാദകനോ അല്ലെങ്കിൽ കച്ചവടക്കാരനോ ആയിരിക്കും. എന്നാൽ അതിൻ്റെ യഥാർത്ഥ നികുതി ഭാരം ചുമക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണ കൺസ്യൂമേഴ്സ് ആണ്. ഇന്ത്യയിൽ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യമായിട്ടൊരു ആദായ നികുതി നിയമം ഇന്ത്യയിൽ വരുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്താണ്. 1860 ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് വിൽസൺ ആണ് ഇത്തരത്തിൽ ആദ്യമായിട്ടൊരു ഇൻകം ടാക്സ് ആക്ട് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ആദായ നികുതി നിയമം വരുന്നത് 1961 എന്നാൽ ഈയിടെ 2025 ഈ ഒരു 1961 ആദായ നികുതി നിയമത്തെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് ആദായ നികുതിയെ നിയന്ത്രിക്കുന്ന നിയമം IT ആക്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് 2025 ആണ്. ഇനി എന്തുകൊണ്ട് നമ്മുടെ രാജ്യം ജൂലൈ 24 ഇൻകം ടാക്സ് ഡേ ആഘോഷിക്കുന്നു? മറ്റൊന്നുമല്ല, കാരണം 1860 ആദ്യമായി നമ്മുടെ രാജ്യത്ത് ഇൻകം ടാക്സ് അവതരിപ്പിക്കുന്നത് ഈ ഒരു ജൂലൈ 24 അതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് നമ്മളിപ്പോൾ ഇൻകം ടാക്സ് ഡേ ആയിട്ട് ജൂലൈ 24 ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു വർഷത്തിൽ 12 ലക്ഷത്തിലധികം വരുമാനമുള്ള ജനങ്ങളാണ് ആദായ നികുതി നിയമപ്രകാരം ഈ ഒരു നികുതി അടയ്ക്കുന്നത്. ഇനി നമ്മൾ അടയ്ക്കുന്ന നികുതി എങ്ങോട്ടാണ് പോകുന്നത്? ലോകത്തെമ്പാടുമുള്ള എല്ലാ ഗവൺമെൻറ്റുകളുടെയും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് നികുതികളെന്ന് പറയുന്നത്. അത് പ്രത്യക്ഷ നികുതി ആയിക്കോട്ടെ, പരോക്ഷ നികുതി ആയിക്കോട്ടെ. ഇത്തരത്തിലുള്ള വരുമാനം ഉപയോഗിച്ചിട്ടാണ് ഗവൺമെൻറ് റോഡുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികളെല്ലാം തന്നെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. അതായത് നമ്മൾ അടയ്ക്കുന്ന നികുതി എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയല്ല, പകരം നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും കർത്തവ്യമാണ്. ഇത്തരത്തിലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.